السلام عليكم ورحمة الله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. സ്നേഹമുള്ള വിദ്യാർത്ഥി അനിയന്മാരെ, വിസ്ഡം സ്റ്റുഡൻസ് വിങ്ങിൻ്റെ ശക്തരായ സക്രിയരായ ഭാരവാഹികളെ, പാലക്കാട് ഏരിയ മുജാഹിദ് വിദ്യാർത്ഥി സമ്മേളനത്തിലാണ്. അതിൻ്റെ സമാപന സംസാരത്തിലേക്ക് പ്രവേശിച്ച ഈ ഘട്ടത്തിൽ ധർമ്മ സമരത്തിൻ്റെ വിദ്യാർത്ഥി കാലം എന്ന തലക്കെട്ടുയർത്തിപ്പിടിച്ചുകൊണ്ട് വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാനതല സമ്മേളനം 2025 മെയ് മാസം 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ ഇൻഷാ അല്ലാഹ് ഒരു ഉജ്ജ്വലമായ ഒരു സമ്മേളനത്തിന് കാതോർക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന ആ സമ്മേളനത്തിൻ്റെ പ്രചാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട് ഏരിയ മുജാഹിദ് വിദ്യാർത്ഥി സമ്മേളനം ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ സമാപനത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ ശബ്ദത്തിന് ചില തകരാറുകളുണ്ട് എങ്കിലും ദീർഘമല്ലാത്ത ഒരു സംസാരമായതുകൊണ്ട് ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ അനിയന്മാരായ, മക്കൾക്ക് തുല്യരായ വിദ്യാർത്ഥി സമൂഹത്തെ ചില കാര്യങ്ങൾ ധൈര്യപ്പെടുത്താൻ പറ്റുമെന്ന വിശ്വാസത്തോടുകൂടി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ നടന്ന ഓരോ സംസാരങ്ങളും നമ്മുടെ ജീവിതത്തെ ചിന്തിപ്പിക്കുന്നതിനും ആലോചന നിമഗ്നരാക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ചിന്തനീയമായ കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ നമ്മുടെ പ്രബോധകന്മാരും പ്രഭാഷകന്മാരും നമ്മുടെ നേതാക്കന്മാരും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. ഈ സമ്മേളനത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ ഏതൊരു മാനസികാവസ്ഥയിലാണോ വന്നത് അതേ മാനസികാവസ്ഥയിൽ തിരിച്ചു പോകാനല്ല ഈ സമ്മേളനം. ഇത് കഴിഞ്ഞു പോകുമ്പോൾ ചില ചർച്ചകൾ നമുക്കിടയിൽ ഉണ്ടാകണം. നാം ചെയ്തു തീർക്കേണ്ടതായ അനിവാര്യമായ ചില കാര്യങ്ങളുണ്ട് എന്ന ബോധ്യപ്പെടുത്തലുകളാണ്. ആ ബോധ്യപ്പെടുത്തലുകളിലൂടെ ചില ബോധ്യപ്പെടലുകളാണ് നമുക്കുണ്ടായിട്ടുള്ളത്. സർവശക്തനായ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ചെറുപ്രായത്തിൽ വിസ്ഡം സ്റ്റുഡൻസ് നിങ്ങളെ വിളിച്ചു വരുത്തി സാധാരണ കോളേജുകളിലും സ്കൂളുകളിലും ക്യാമ്പസിലും കാണുന്നത് പോലെ മുഷ്ടി ചുരുട്ടി വായുവിലേക്ക് എറിഞ്ഞ് മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അംഗമാവാനല്ല നിങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. നിങ്ങളൊരു പ്രത്യേക പതാകക്ക് കീഴിൽ അണിനിരക്കണമെന്ന് പറയാനല്ല നിങ്ങളെ വിളിച്ചു ചേർത്തത്.
ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ ഏകനായ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരാനാണ്. ജീവിതത്തിൽ തെന്നിപ്പോകുവാനും തെറിച്ചു പോകുവാനും സാധ്യതയുള്ള പ്രായത്തിൽ നിങ്ങളെ വൃത്തികെട്ട അഴുക്കുചാലുകളിലേക്ക്, മോശമായ മ്ലേച്ഛമായ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ പൈശാചികമായ വല വിരിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന കുറെ ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ആ പൈശാചികമായ വൃത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നന്മയുടെ കൂട്ടാളികൾക്കൊപ്പം നമുക്ക് അണിനിരക്കണമെന്ന മോഹമാണ് കുറെ സമയം നിങ്ങളെ ഈ ഓഡിറ്റോറിയത്തിൽ ഇന്നിന്റെ ദിവസം ഇരുത്തിയിട്ടുള്ളത്. സംഘാടകർ ലക്ഷ്യം വെക്കുന്നത് പോലെ ഒരു നന്മയുടെ വക്താക്കളായി, നന്മയുടെ പ്രചാരകരായി മാറാൻ ഈ കൊച്ചു പ്രായത്തിലുള്ള എന്റെ അനിയന്മാർക്ക് അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഏതൊരു വിഷയത്തെ കുറിച്ചാണോ പഠിക്കുന്നത് ആ വിഷയത്തിന്റെ മഹത്വം അറിയുമ്പോഴാണ് ആ വിഷയത്തിന്റെ പഠനത്തിന്റെ മഹത്വവും പഠനത്തിനുള്ള പ്രാധാന്യവും നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെയാണ് ഷറഫുൽ ഇൽമി അലാ ഹസബി ഷറഫിൽ മഅലൂം എന്ന പ്രയോഗത്തിലൂടെ സർവശക്തനായ അള്ളാഹുവിനെ കുറിച്ചാണ് നമുക്ക് ഏറ്റവും ഗൗരവമായി, ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കാനുള്ളത്. ഇവിടെ ഞാൻ വന്നിരിക്കുമ്പോൾ കേട്ടിരുന്ന ക്ലാസ്സും അതായിരുന്നു. നമ്മളൊരു കാര്യം ഒരാൾ കാണുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരാൾ അറിയുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. എല്ലാ സമയവും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു, ആ അള്ളാഹുവിനെ മറച്ചു വെച്ചുകൊണ്ട് ഒരു കാര്യവും നമുക്ക് മുന്നോട്ട് നീക്കാൻ കഴിയില്ല എന്ന് ചെറുപ്രായത്തിലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് അറിയുമ്പോൾ, ഈ ലോകത്തിന്റെ മുഴുവൻ ചരാചരങ്ങളുടെയും സട്ടാവായ അള്ളാഹുവിനെ, എന്നെയും നിങ്ങളെയും നമുക്ക് മുമ്പുള്ളവരെയും ഇവിടെ കാണുന്ന ചരാചരങ്ങളെയും പക്ഷിലതാദികളെയും മൃഗജന്തു ലോകത്തെയും പ്രാണികളെയും കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായ എല്ലാറ്റിനെയും സംവിധാനിച്ച് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ്, അത് ഗൗരവമേറിയ പഠനമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഏത് കൂരിട്ടിൽ, ഏത് ഇരുട്ടിന്റെ മറവിൽ ഞാൻ എന്ത് വിചാരിക്കുമ്പോഴും എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും ലോകരക്ഷിതാവായ റബ്ബിന് ഉറക്കമില്ല, ക്ഷീണമില്ല, മയക്കമില്ല, തളർച്ചയില്ല, പാസ്റ്റ് ഇല്ല, പ്രസന്റ് ഇല്ല, ഫ്യൂച്ചർ ഇല്ല. അതുകൊണ്ട് അവന്റെ മുമ്പിൽ നിന്ന് കണ്ണ് വെട്ടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരു മുസ്ലിം വിദ്യാർത്ഥിയും കരുതുകയില്ല. അങ്ങനെ കരുതുന്നവൻ ഒരു മൂഢതയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ശരീരം ഇന്ന് നമ്മുടെ കൈ അളകുന്നു, നമ്മുടെ കാല് ചലിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ അവയവങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ നിശ്ചലമാക്കാൻ പറ്റുന്നവനാണ് ലോകത്തിന്റെ രക്ഷിതാവായ സർവശക്തനായ അല്ലാഹു തആല. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ നിങ്ങൾ. ഇവിടെ ലോകത്തിൽ കണ്ണിന്റെ അത്ഭുതം പറയാൻ ആളുകളുണ്ട്, കാതിന്റെ ഈ ചുളിവുകളെ കുറിച്ച് അത്ഭുതം പറയാൻ ആളുകളുണ്ട്, റെട്ടിനയെ കുറിച്ച് അത്ഭുതത്തോടു കൂടി സംസാരിക്കാൻ ആളുകളുണ്ട്, കർണപുടത്തിന്റെ സംവിധാനത്തെ കുറിച്ച്, ആ ശബ്ദത്തെ സ്വീകരിക്കുന്ന സംവിധാനത്തെ കുറിച്ച് പറയാൻ ആളുകളുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ അവയവമാകുന്ന തലച്ചോറ് കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും സങ്കീർണമായ അടുത്ത അവയവമാണ് കണ്ണ്. ആ കണ്ണിന്റെ അത്ഭുതത്തെ കുറിച്ച് ലോകത്തിന്നുവരെ അത്തരത്തിലുള്ള ഒരു ക്യാമറയെ കണ്ടെത്താൻ പറ്റാത്ത അത്ഭുതം പറയുമ്പോ, കണ്ണ് എന്ന ബൃഹത്തായ സംവിധാനം തന്ന ലോകത്തിന്റെ രക്ഷിതാവിനെ കുറിച്ച് പറയാൻ ആരുണ്ട് നമ്മുടെ ക്യാമ്പസിൽ, ആരുണ്ട് നമ്മുടെ സ്കൂളിൽ, ആരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കോളേജിൽ? ഈ കാതിന്റെ ചുളിവുകളെ കുറിച്ച് അത്ഭുതത്തോടു കൂടി പറയുമ്പോ, ശബ്ദം കാതിന് ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ലഘൂകരിക്കാൻ വേണ്ടിയുള്ള കർണപുടത്തിന്റെ സംവിധാനത്തെ കുറിച്ച് പറയുമ്പോ, ഈ സംവിധാനം എന്റെ ശരീരത്തിൽ സംവിധാനിപ്പിച്ചവനെ കുറിച്ച് പറയാൻ, അത് ഒരുക്കി തന്നവനെ കുറിച്ച് പറയാൻ, ആ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ
ആരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്യാമ്പസിലും നമ്മുടെ കൂട്ടുകാരിലുമുള്ളത്? തലച്ചോറ് എന്ന് പറയുന്ന ഈ തലയോട്ടിക്കുള്ളിൽ സുഭദ്രമായി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് സൂക്ഷിച്ചു വച്ചിട്ടുള്ള ഈ തലച്ചോറ് അല്ലെ, ആ തലച്ചോറിന്റെ അത്ഭുതത്തെ കുറിച്ചൊക്കെ ഞാനും നിങ്ങളും ധാരാളമായി സയന്റിസ്റ്റുകളും അതുപോലെ തന്നെ അതിവിദഗ്ധരായ ശരീരത്തെ കുറിച്ച് പഠിക്കുന്നവരും ഒക്കെ ലോകത്തിന്റെ മുമ്പിൽ പറയുന്നത് അത്ഭുതത്തോടു കൂടിയാണ് നമ്മൾ കേൾക്കാറുള്ളത്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ഒരുപാട് GB കപ്പാസിറ്റിയുള്ള സംവിധാനത്തോടു കൂടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടറും നമ്മുടെ തലച്ചോറും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നത് ഒരു മനുഷ്യന്റെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ 100 ബില്യൺ ന്യൂറോൺ സെല്ലുകൾ കൊണ്ട് സ്ഥാപിതമായതാണ്. എത്ര? 100 ബില്യൺ ന്യൂറോൺ സെല്ലുകൾ. ഇവിടെ ഇത് റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. ഇവിടെ നമ്മുടെ വീട്ടിലൊക്കെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളുണ്ട്. എന്നാൽ ആ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സംവിധാനത്തിൽ ഒരു ന്യൂറോൺ സെല്ലിന്റെ കപ്പാസിറ്റി പോലും ഇല്ല എന്നാണ് അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ പറയുന്നത്. ഐൻസ്റ്റീനെ പോലെയുള്ള സയന്റിസ്റ്റുകളായി അറിയപ്പെടുന്ന ലോകത്ത് നമ്മൾ നമ്മുടെ പാഠശാലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിവിദഗ്ധന്മാരായ ശാസ്ത്രീയ വിദഗ്ധന്മാരെ കുറിച്ച് പഠിച്ചവർ പറയുന്നത് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല മനുഷ്യന് നൽകിയ അവന്റെ ബ്രെയിൻ എന്ന് പറയുന്ന ആ ബുദ്ധി ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റിയിലെ 10% പോലും ഉപയോഗിക്കാത്തവരാണ് ലോകത്തറിയപ്പെടുന്ന ഏറ്റവും വലിയ സയന്റിസ്റ്റുകൾ എന്നറിയപ്പെടുന്നവർ. അവർക്ക് റബ്ബ് കൊടുത്ത ഈ ബ്രെയിൻ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ 10% പോലും അവരാരും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അവരെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങളിലൂടെ, അവരെ കുറിച്ച് ലോകത്തറിയിക്കുന്ന വിവരങ്ങളിലൂടെ ഇന്നത്തെ പുതിയ ലോകത്തെ ഗവേഷകന്മാർ ലോകത്തിന്റെ മുമ്പാകെ വെക്കുന്നത്. ഞാനിത് പറയുന്നത് എത്രമാത്രം അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ എന്റെ ശരീരത്തെ, നിങ്ങളുടെ ശരീരത്തെ നോക്കിക്കാണേണ്ടത്. ആരാണ് ഈ സംവിധാനം തന്നത്? അവനെ കുറിച്ച് എന്റെ ബെഞ്ചിലിരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന എന്റെ കൂട്ടുകാരനോട് ജീവിതത്തിൽ എത്ര തവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ പരലോകത്തെ കുറിച്ച്. ഞാനും നിങ്ങളും മദ്രസയിൽ നിന്ന് കേട്ട് പഠിക്കുന്ന പാരത്രികമായ ലോകത്തെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച്, നരകത്തെ കുറിച്ച്, അധർമ്മങ്ങൾ ചെയ്യരുത് എന്ന് പറയാൻ, നല്ലത് ചെയ്യണമെന്ന് പറയാൻ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നമുക്ക് നേർവഴി കാണിച്ചു തരാൻ, ലോകം അവസാനിക്കുന്നത് വരെ നിലനിർത്തി തരുന്ന അള്ളാഹുവിന്റെ സംസാരമാകുന്ന ഖുർആനിനെ കുറിച്ച് എന്റെ ഇടതും വലതും ഇരിക്കുന്ന കുട്ടികളോട്, കൂട്ടുകാരന്മാരോട് എത്ര തവണ നമ്മളൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. ഒരു മനുഷ്യൻ, ഒരു കൂട്ടുകാരൻ നമ്മുടെ വാക്ക് കേട്ട്, നേരത്തെ ഷരീഫ്കാരെ പറഞ്ഞില്ലേ, ഒരാളെ നിങ്ങൾ നന്മയിലേക്ക് ക്ഷണിച്ചാൽ, നിസ്കരിക്കാത്ത ഒരാളെ നമസ്കാരത്തിലേക്ക് ക്ഷണിച്ചാൽ, അവൻ നമസ്കാരം തുടങ്ങിയാൽ നിങ്ങൾക്ക് നമസ്കാരത്തിൽ ഒരു പ്രതിഫലവും കുറയാതെ, അവന്റെ നമസ്കാരത്തിലും പ്രതിഫലം കുറയാതെ അവനെ ക്ഷണിച്ചു വരുത്തി അവൻ ആ നന്മ ചെയ്യുന്നതിലൂടെ അവൻ നമസ്കരിച്ച ഒരു പ്രതിഫലം നിങ്ങൾക്ക് കൂടി റബ്ബ് നിങ്ങളുടെ റെക്കോർഡിലേക്ക് നൽകുകയാണ്, അവന് കുറയാതെ, അല്ലേ? എന്നാൽ നമ്മുടെ വാക്ക് കേട്ട്, നമ്മുടെ വർത്തമാനം കേട്ട്, ഞാൻ വിളിച്ചൊരു ക്ലാസ്സിൽ വന്നിരുന്നത് കൊണ്ട്, ഞാൻ വിളിച്ച CREയിലേക്ക് വന്നതുകൊണ്ട്, ഞാൻ ക്ഷണിച്ചപ്പോ QHLSലേക്ക് വന്നതുകൊണ്ട്, ഞാൻ വിളിച്ചപ്പോ ഒരു സമ്മേളനത്തിലേക്ക് വന്നപ്പോ അതിലൂടെ അവനൊരു സത്യം പഠിക്കാൻ, ഒരു സത്യത്തെ മനസ്സിലാക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആലയുടെ വഹീ പ്രകാരം മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ മനുഷ്യനിൽ അല്ലാഹു തആല നിന്നിലൂടെ ഹിദായത്ത് കൊടുത്താൽ, സത്യമാർഗം കൊടുത്താൽ, നിനക്ക് കിട്ടാൻ പോകുന്നത് ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ, ഭൂമിയും ഭൂമിയിലുള്ളത് എന്തൊക്കെയുണ്ടോ അതിനേക്കാൾ ഖൈറായ കാര്യമാണ് എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് മരിച്ചുപോയി എന്ന് വിചാരിച്ചോളൂ, നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്, 6 അടി മണ്ണിൽ നമ്മൾ ഒറ്റക്കാണ്. ആ ഖബറിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ, പരലോകം എന്ന് പറയുന്ന ലോകത്ത് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പറയുമ്പോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ കാര്യങ്ങൾ എണ്ണിയപ്പോ ഒരു കാര്യമായി പറഞ്ഞത് ഇൽമുൻ അല്ലമഹു വനശറഹു, ഞാനും നിങ്ങളും പഠിച്ച ഇൽമ്, നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത ഇൽമ്, അതിന്റെ വ്യാപനം, അതെത്തിക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും നടത്തിയ ശ്രമം, പ്രിയപ്പെട്ടവരെ, അത് വാരി വിതറിയത്, അതിലൂടെ കിട്ടുന്ന വലിയൊരു പ്രതിഫലമാണ് മരണാനന്തരം നമ്മുടെ ഖബറിലേക്ക് നമ്മെ തേടിയെത്തുന്നത്, പരലോകത്തേക്ക് നമ്മെ തേടിയെത്തുന്നത് എന്ന് മുഹമ്മദ് റസൂൽ
കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, നിങ്ങൾ ചിന്തിക്കുക, നമ്മളൊക്കെ ബുദ്ധിയുള്ളവരാണ്, കഴിവുള്ളവരാണ്. സത്യത്തെയും അസത്യത്തെയും, ധർമ്മത്തെയും അധർമ്മത്തെയും, നീതിയെയും അനീതിയെയും, ഇരുട്ടിനെയും വെളിച്ചത്തെയും വിവച്ഛേദിച്ചറിയാൻ കഴിവുള്ളവരാണ് പുതിയ ലോകത്തെ പുതിയ മക്കൾ ആണ്. മുമ്പുള്ള ആളുകളെക്കാൾ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ് പുതിയ ലോകത്ത് ജീവിക്കുന്നത്. ഒരു കാര്യം കേട്ടാൽ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന തലത്തിലുള്ള പുതിയ തലമുറയാണ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ മണ്ണിലേക്ക് അള്ളാഹുവിന്റെ ദൂതനായി, പ്രവാചകനായി കടന്നു വരുമ്പോ അവർ കള്ളിലാണ്, അവർ മദ്യത്തിലാണ്, അവർ സ്ത്രീകളുമായി മോശപ്പെട്ട രീതിയിൽ പെരുമാറ്റത്തിലാണ്, അവർ യുദ്ധത്തിലാണ്. അതുകൊണ്ട് 3W അല്ലെ അവർ മുദ്രാവാക്യമായി വിളിച്ചിരുന്നു എന്നാണ്. പെണ്ണും കള്ളും അതുപോലെ തന്നെ യുദ്ധവുമൊക്കെ അവിടെ മുദ്രാവാക്യങ്ങളായിരുന്നു. ആ സമൂഹത്തെയാണ് കേവലം 23 വർഷക്കാലം കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയിലേക്ക് വിളിച്ചത്. മോശമായ ഒരു സമൂഹത്തെ നന്മയിലേക്ക് വിളിച്ചു, നീതിയിലേക്ക് വിളിച്ചു, ഖുർആനിലേക്ക് വിളിച്ചു, സുന്നത്തിലേക്ക് വിളിച്ചു. എന്നിട്ട് അല്ലാഹു തആല അവരോട് പറഞ്ഞു, നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും നല്ല സമുദായമെന്ന ഒരു സർട്ടിഫിക്കറ്റ് ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് ലോകരക്ഷിതാവായ അല്ലാഹു തആല ആ സമൂഹത്തിന് കൊടുത്തു എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞിട്ടാണ് അവരെ നന്മയിലേക്ക് ക്ഷണിച്ചത്? എന്തിനാ വന്നത്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അവർക്ക് അള്ളാഹുവിന്റെ ഖുർആൻ ഓതി കൊടുക്കുകയാണ്, പാരായണം ചെയ്തു കൊടുക്കുകയാണ്. ഖുർആനിന്റെ വ്യാഖ്യാനമാകുന്ന ഹദീസുകളെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, വാക്കുകൊണ്ട് പഠിപ്പിക്കുകയാണ്, ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയാണ്, മൗന സമ്മതം നൽകി പഠിപ്പിക്കുകയാണ്. അവരാരായിരുന്നു? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിലായിരുന്നു അവർ എത്രത്തോളം മോശപ്പെട്ടവരായിരുന്നു. വ്യക്തമായ വഴികേടിലായ ഒരു സമൂഹത്തെ അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ മുന്നിലേക്ക് പ്രിയപ്പെട്ടവരെ നന്മയുടെ വെളിച്ചം എത്തിക്കുകയായിരുന്നു. അവർ കുഫറിലായിരുന്നു, അവർ ശിർക്കിലായിരുന്നു, അവർ വ്യഭിചാരത്തിലായിരുന്നു, അവർ മദ്യത്തിലായിരുന്നു, അവർ യുദ്ധത്തിലായിരുന്നു. തന്റെ അയൽവാസിയുടെ വളപ്പിൽ നിന്ന് തന്റെ മൃഗമൊന്ന് ഭക്ഷിച്ചു പോയാൽ അതിന്റെ പേരിൽ അതിരുകടന്ന് ഒട്ടകം വന്നാൽ, അതിരുകടന്ന് ആടുമാടുകൾ വന്നാൽ അതിന്റെ പേരിൽ മാസങ്ങളും വർഷങ്ങളും വൈരാഗ്യം വെച്ച് പുലർത്തി യുദ്ധം കൊണ്ടുപോയ ഒരു സമൂഹത്തെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രതീക്ഷകളാണ് എന്റെ മുന്നിലിരിക്കുന്ന കൊച്ചുമക്കളായ നിങ്ങൾ, അല്ലേ? ഇവിടെ പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോ ജാമിഅ മില്ലയിലെ കുട്ടികൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്, അവർ സമര പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. രാജ്യം അനുവദിക്കുന്ന സമര പോരാട്ടത്തിന് കുറെ കുട്ടികൾ ജയിലിലേക്ക് പോയിട്ടുണ്ട്, ശരി നിൽക്കട്ടെ. പക്ഷേ രാജ്യം അനുവദിക്കുന്ന സമര പോരാട്ടത്തിനിറങ്ങി ഈ രാജ്യത്തിലെ മനുഷ്യർക്ക് ഒരാവേശം, ഈ രാജ്യത്തിലെ മനുഷ്യർക്ക് ഒരു സമര മുന്നേറ്റം മാതൃക കാണിച്ചു തന്നു. ആര്? വിദ്യാർത്ഥികൾ എന്നറിയപ്പെടുന്ന ആളുകൾ. അതുകൊണ്ട് ഈ രാഷ്ട്ര നിർമ്മിതിക്ക് മുന്നിൽ നിൽക്കേണ്ടവരാണ് നമ്മൾ. രാഷ്ട്രത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി മുന്നിൽ നിൽക്കേണ്ടവരാണ്. ഏറ്റവും നല്ലൊരു സൊസൈറ്റിയെ വാർത്തെടുക്കാൻ മുന്നിൽ നിൽക്കേണ്ട ഒരു സമൂഹമാണ് നിങ്ങൾ. ആ നിലക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് ശക്തമായ സക്രിയമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. ദിശാബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഏതോ ആരോ കെട്ടിയുണ്ടാക്കിയ അർത്ഥശൂന്യമായ പാട്ടിന്റെ പിറകിൽ പോകാതെ, അതിനനുസരിച്ച് താളം പിടിക്കാതെ, അതിനനുസരിച്ച് തുള്ളിക്കളിക്കലാണ് പുതിയ ലോകത്തിന്റെ ട്രെൻഡ് എന്ന് മനസ്സിലാക്കുന്ന സമൂഹത്തിൽ നിന്ന് ഒരു പടി പിറകിലേക്ക് മാറി ഒന്നാലോചിക്കുന്നവരായി നമ്മൾ മാറണം, അല്ലേ? ഏതൊക്കെയോ വാട്സാപ്പിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ, ഫേസ്ബുക്കിലൂടെ പുതിയ പുതിയ ഈ ലോകത്ത് കടന്നു വരുന്ന മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും മെസ്സേജുകളും കാട്ടിക്കുട്ടലുകളും കോപ്രായങ്ങളും കടന്നു വരുമ്പോ അതിന്റെ പിന്നിൽ അണിചേരേണ്ടവരല്ല നമ്മള്. ഏതെങ്കിലും തൊപ്പിക്കാരൻ പറയുന്ന ഏതെങ്കിലും വൃത്തികേട്ട വാക്കുകൾക്ക് ആവേശം കൊടുക്കാൻ ആളുണ്ടാകുമ്പോ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരന്റെ കൈ പിടിക്കേണ്ടവരാണ് നമ്മള്. കാരണം നമ്മൾ ദിശാബോധമുള്ളവരാണ്. ഈ രാജ്യത്തിന്റെ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി പണിയെടുക്കേണ്ടവരാണ് നമ്മൾ. ഏറ്റവും ദിശാബോധമുള്ള ഒരു സമൂഹത്തെ
വാർത്തെടുക്കാൻ വേണ്ടി പണിയെടുക്കേണ്ടവരാണ് നമ്മൾ. അതിന് നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ രാജ്യത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മതി, പോരാ മുൻഗാമികളായ ആളുകളുടെ ചരിത്രം പരിശോധിച്ചാൽ മതി, മദ്ഹബിന്റെ ഇമാമുകളുടെ ചരിത്രം പരിശോധിച്ചാൽ മതി. 10 വയസ്സിന് മുമ്പ് തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ആളുകൾ 9ാമത്തെ വയസ്സിൽ തന്നെ ബുഖാരിയിലെ മുഴുവൻ ഹദീസുകളും മനപ്പാഠമാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. അതിനു മുമ്പേ അള്ളാഹുവിന്റെ ഖുർആൻ മനപ്പാഠമാക്കി ഹാഫിളായി മാറുകയാണ്. മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി 40 വയസ്സ് മാത്രമാണ് ജീവിച്ചത്. അല്ലേ പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടേക്ക് കടന്നു പോകാൻ സമയമില്ല. എത്ര ഗ്രന്ഥങ്ങളാണ് ലോകത്തിന്റെ മുമ്പിൽ സമ്മാനിച്ചത്. 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി എത്രയെത്ര അറിവുകളാണ് ലോകത്തിന്റെ മുമ്പിലേക്ക് വാരി വിതറിയിട്ടുള്ളത്. വെറും 40 കൊല്ലമാണ് ഭൂമിയിൽ ജീവിച്ചത്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു 5 കൊല്ലമാണ് മുസ്ലിമായി ലോകത്ത് ജീവിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ കൂടെ വെറും 4 കൊല്ലമാണ് ജീവിച്ചത്. എന്നിട്ട് അവരുടെ പേരുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹും എന്ന് നമ്മൾ പറയുന്നതും അവർ ലോകത്തിന്റെ മുമ്പിൽ ഇല്ല, അള്ളാഹുവിന്റെ ദീന് തെറ്റാതെ കഴിവിന്റെ പരമാവധി കേട്ടത് കൃത്യമായി രേഖപ്പെടുത്തി സമൂഹത്തിലേക്ക് കൈമാറാൻ അവർ ശ്രദ്ധിച്ച ആ ശ്രദ്ധയും ജാഗ്രതയും, അവരുടെ സ്വഹാബികളുടെ ചരിത്രങ്ങളൊക്കെ നിങ്ങളൊന്ന് മറിച്ചു നോക്കൂ. നമ്മൾ ഇന്ന് ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സമ്മേളനത്തിലാണ് ഇരിക്കുന്നത്, അല്ലേ പ്രിയപ്പെട്ടവരെ? 921 കാലഘട്ടം എന്ന് പറയുമ്പോ 100 കൊല്ലം പിറകിലാണ്. സനാഉള്ള മക്കി തങ്ങളെ പോലെയുള്ള ആളുകൾ, ക്രൈസ്തവ ലോബികൾ ഇവിടെ തെറ്റായ കുറെ ധാരണകൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയപ്പോ തന്റെ വീടും പറമ്പും വിറ്റു എന്നാണ് ചരിത്രത്തിലും അതുപോലെ തന്നെ മുൻഗാമികളായ ചില നമ്മുടെ പ്രബോധകന്മാരിൽ നിന്നൊക്കെ കേൾക്കാൻ സാധിച്ചത്. അദ്ദേഹം താമസിക്കുന്ന വീട് വിറ്റ് പല വീടിലും കയറിയിറങ്ങി ഇതിന് മറുപടി എഴുതണം, ഇതിന് ചില ലഘുലേഖകൾ ഇറക്കണം എന്ന് പറഞ്ഞപ്പോ കയ്യിൽ കാശ് ഇല്ല എന്ന് മനസ്സിലായ സമയത്ത് പലരെയും സമീപിച്ചപ്പോ നിങ്ങളൊക്കെ പുത്തനാശയക്കാരാണെന്ന് പറഞ്ഞ് ആരും സഹായിക്കാതിരുന്നപ്പോ താൻ താമസിക്കുന്ന വീട് പോലും അതിനു വേണ്ടി വേണ്ട എന്ന് വെച്ചു എന്നാണ് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടുള്ളത്. സനാഉള്ള മക്കി തങ്ങളെ പോലെയുള്ള ആളുകൾ, KM മൗലവിയെ പോലെയുള്ള ആളുകൾ, അല്ലെ വക്കം മൗലവിയെ പോലെയുള്ള ആളുകൾ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും പോരാ മതത്തെ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാതെ, എന്നാൽ സമൂഹത്തോട്, ഈ നാടിനോട്, ഇവിടുത്തെ മനുഷ്യരോട് ഫ്ലെക്സിബിൾ ആയി പെരുമാറേണ്ട സ്ഥലത്ത് അങ്ങനെ പെരുമാറി അയൽപ്പക്ക ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ച് രാജ്യത്തിന്റെ നിയമം പാലിച്ച് ഇല്ല ഒരു തെറ്റും അവർ ചെയ്യാതെ. എങ്ങനെ ഒരു തെറ്റും എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്ഖലിതങ്ങളില്ല എന്നർത്ഥത്തിലല്ല, മറിച്ച് കാര്യമായ ഈ സമൂഹത്തിന്റെ മുമ്പിൽ എടുത്തു പറയാവുന്ന കുറ്റങ്ങളിലൊന്നും ഏർപ്പെടാതെ സമൂഹത്തിനെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ ഖുർആൻ, പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും അവർ കയ്യിലെന്തിക്കൊണ്ട് രാഷ്ട്രീയ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, മതരംഗത്ത് അവർ മേലാധ്യക്ഷന്മാരായി ഈ സമൂഹത്തെ നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ തലമുറയോട് നമ്മൾ പിറകിലേക്ക് പോകേണ്ടവരല്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കേണ്ടവരല്ല. ഈ കുട്ടികളാണ് അടുത്ത നമുക്ക് ഈ സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടവരെന്ന നിലക്ക് നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ത്യാഗങ്ങളേറെ സഹിച്ച മുൻഗാമികളായ ആളുകളെ കുറിച്ചും സഹാബികളെ കുറിച്ചുമൊക്കെ ധാരാളമായിട്ട് നിങ്ങൾ വായിക്കണം. തെറ്റ് കാണുമ്പോ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ തെറ്റ് ചെയ്യുമ്പോ, അരുതാത്തത് ചെയ്യുമ്പോ, അരുതാത്തത് പറയുമ്പോ കൈക്ക് പിടിക്കാൻ നമുക്ക് കഴിയണം. അരുത് എന്ന് പറയാൻ, ചെയ്യരുത് എന്ന് പറയാൻ, പോകരുത് എന്ന് പറയാൻ, കാണരുത് എന്ന് പറയാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട മക്കളെ, ഇല്ല തടുത്തു നിർത്താൻ നമുക്ക് കഴിയുന്നില്ലേ? നാവുകൊണ്ടെങ്കിലും എതിർക്കണം. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത്, കൂട്ടുനിൽക്കാൻ പാടില്ലാത്ത കാര്യമാണത്, പറയാൻ പാടില്ലാത്ത കാര്യമാണത്. ആ നിലക്ക് നിങ്ങൾ നാവുകൊണ്ടെങ്കിലും എതിർക്കണം. കഴിയുന്നില്ലേ? അവിടെ നിൽക്കാതെ, കൂട്ടുനിൽക്കാതെ, മൗനസമ്മതം കൊടുക്കാതെ മൗനമായി മനസ്സുകൊണ്ടെങ്കിലും അതിനെ വെറുത്ത് ആ സദസ്സിനോട് രാജി പറയണം, ആ കൂട്ടുകാരോട് രാജി പറയണം, ആ സന്ദർഭത്തോട് രാജി പറയണം. അതാണ് ഈമാനിന്റെ ഏറ്റവും ചെറിയ വശമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു? നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ഉത്തരം പറഞ്ഞു നോക്കൂ. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ലിവാത്ത് എന്ന് പറയുന്ന സ്വവർഗരതി, ഇന്ന് നമ്മള് TV-യിൽ വരെ കാണുകയാണ്.
പെണ്ണ് പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുന്ന, ആണ് ആണിനെ തന്നെ ഭാര്യയെ പോലെ ഭർത്താവിനെ പോലെ രണ്ട് പുരുഷന്മാർ ജീവിക്കുന്ന, രണ്ട് സ്ത്രീകൾ ജീവിക്കുന്ന സ്വവർഗത്തിൽപ്പെട്ടവരെ തന്റെ ഇണയായി സ്വീകരിച്ച് അതൊക്കെ പത്രങ്ങളിൽ വരുന്നത് ഒരു അഭിമാനമായി കാണുന്ന, ചാനലുകളിൽ വരുന്നത് അഭിമാനമായി കാണുന്ന, ആരുണ്ട് ഞങ്ങളെ എതിർക്കാനെന്ന് വിളിച്ചു ചോദിക്കുന്ന, ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ചോദിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പുതിയ ലോകത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് 3 തരത്തിലാണ്. അള്ളാഹു തആല ഒരായത്തിൽ ആ കാര്യം വിശദീകരിച്ചു തന്നത്. ഒന്നെന്തായിരുന്നു? അഇന്നകും ലതഅതൂന റിജാൽ, നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുന്നു. ഒന്നാമത്തെ സ്വഭാവം, അവർ പുരുഷന്മാരെ തന്നെ, പുരുഷന്മാരുടെ ലൈംഗികമായ ഈ ആസ്വാദനത്തിന് വേണ്ടി പുരുഷന്മാരെ തന്നെ സമീപിക്കുന്ന പ്രകൃതി വിരുദ്ധമായ ഒരു വിവാഹത്തിലൂടെ ആണും പെണ്ണും തമ്മിലാണ് ഇണചേരേണ്ടത്. ലോകത്തെ എല്ലാ പക്ഷികൾക്കും ജന്തു ലോകത്തിനുമൊക്കെയുണ്ട് ഈ സംവിധാനം. മനുഷ്യരും ഇണയായി സ്വീകരിക്കേണ്ടത് വിവാഹത്തിലൂടെ. ഇവിടെ നേരത്തെ സംസാരിച്ചല്ലോ, ശരി, തന്റെ ഇണയായി തിരഞ്ഞെടുക്കേണ്ടത് ഒരു പെണ്ണിനെയാണ്. ഒരു പെണ്ണ് തന്റെ ഇണയായി തിരഞ്ഞെടുക്കേണ്ടത് ആണിനെയാണ്. മതം അനുവദിക്കപ്പെട്ട നിയമത്തിലൂടെ അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആണിനെ തന്നെ തന്റെ ലൈംഗിക ആസ്വാദനങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് അവർ പോയി. 2 അവർ വഴിയിൽ കൊള്ളയടിക്കാൻ തുടങ്ങി. അതിലൂടെ കടന്നു പോകുന്ന ആൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി ബാനഭക്കംപ്പെടുത്തി. മാത്രമല്ല, അവരെ ഏതൊക്കെ അർത്ഥത്തിൽ ഉപദ്രവിക്കാൻ പറ്റുമോ ആ അർത്ഥത്തിലുള്ള ഉപദ്രവങ്ങളൊക്കെ അവർ നടത്താൻ തുടങ്ങി. എന്നിട്ട് ഖുർആൻ പറയാ, കണ്ടോ, അവർ ക്ലബ്ബുകളിൽ അതല്ലെങ്കിൽ അങ്ങനെ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ അവർ നഗ്നരായി വെറുക്കപ്പെട്ട പലതും വൃത്തികെട്ട പലതും ചെയ്യാൻ തുടങ്ങി. തഫ്സീറിൽ കാണാൻ പ്രിയപ്പെട്ടവരെ, അവർ വസ്ത്രം അടിച്ചു മാറ്റി നൃത്തം ചെയ്യാൻ തുടങ്ങി. അത് കണ്ടിരിക്കുന്ന സഹോദരിമാർ അതിനെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. കുടുംബിനികളായി അറിയപ്പെടുന്ന വീട്ടിലെ അമ്മമാരും വീട്ടിലെ പെങ്ങന്മാര് പോലും അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ ആരും റെഡിയായില്ല. ആ സമയത്താണ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ഈ സമൂഹത്തെ തൊട്ട് പടച്ചവനെ രക്ഷപ്പെടുത്തി തരണമേ എന്ന പ്രാർത്ഥന നടത്തുന്നത്. അവരോട് ഈ കാര്യങ്ങൾ ഉപദേശിക്കുമ്പോഴൊക്കെ അവർ പറഞ്ഞ മറുപടി, ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു ഇത്തിനാ ബിഅദാബില്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പറയൂ എന്നർത്ഥത്തിൽ ദാർഢ്യത്തിന്റെ, അഹങ്കാരത്തിന്റെ, ഏറ്റവും വലിയ അഹന്തയുടെ മറുപടിയാണ് അവർ നടത്തിയത്. ഈ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകനായ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ഖാല റബ്ബിൻസുർനി അലൽ ഖൗമിൽ മുഫ്സിദീൻ, ഈ വൃത്തികെട്ടവന്മാരായ, ഈ ഫസാദ് ചെയ്തുകൊണ്ടിരിക്കുന്ന, തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുന്ന, മ്ലേച്ഛത ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ പടച്ചവനെ രക്ഷ നൽകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത്. അപ്പൊ ഒന്നവർ ചെയ്തത്, പുരുഷന്മാരെ തന്നെ ഈ അർത്ഥത്തിൽ സമീപിക്കുന്ന സ്വഭാവമുണ്ടായി. 2, അവരതാ വഴിയിലൂടെ കടന്നു പോകുന്ന ആൺകുട്ടികളെയും അതുപോലെ തന്നെ മറ്റു പലരെയും പിടിച്ചക്രമിക്കാൻ തുടങ്ങി. ആൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ തുടങ്ങി. ക്ലബ്ബുകളിൽ, നൈറ്റ് ക്ലബ്ബുകളിൽ, രാത്രി ഒരുമിച്ച് കൂടുന്ന വേദികളിൽ അവർ നഗ്ന നൃത്തം തുടങ്ങി. പല വൃത്തികേടുകളും പരസ്യമായി ചെയ്യാൻ തുടങ്ങി. എല്ലാവിധ നാണക്കേടുകളും അവർ മാറ്റിവെച്ചു. ഈ വൃത്തികേട് കണ്ട് നോക്കി നിന്നവർക്കുമെല്ലാം ശിക്ഷ കിട്ടി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, അനിയന്മാരോട് എനിക്ക് പറയാനുള്ളത്, സ്കൂളിൽ ഉണ്ടാകും തിന്മകൾ ചെയ്യുന്ന കുട്ടികൾ, അവരെ നിങ്ങൾക്ക് ഉപദേശിക്കാൻ പറ്റുമോ? ഇല്ലേ? നിങ്ങൾ അധ്യാപകനെ സ്വകാര്യമായി അറിയിച്ച് അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കണമെന്ന് പറയണം. സ്വകാര്യമായി അവന്റെ കുടുംബത്തിൽ അറിയിച്ച് അവനെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കണം. സ്വകാര്യമായി അവന്റെ അഭിമാനത്തെ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് പിച്ച് ചീന്തുകയല്ല, അല്ല കൂട്ടുകാർക്കിടയിൽ വെച്ച് അവന്റെ അഭിമാനത്തെ കീറി മുറിച്ച് കളയുകയല്ല. സ്വകാര്യമായി അവനെ ഉപദേശിക്കാൻ പറ്റിയ ഒരാളിലേക്ക് അവനെ എത്തിക്കണം. എന്നെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റുമോ ആ നിലക്കുള്ള സമീപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്തിനാ നമ്മൾ ഇത് ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, നാളെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ നീതിപൂർവമായ കോടതിയിൽ കാരക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാതയുടെ അളവ് പോലും അനീതി സംഭവിക്കാത്ത റബ്ബിന്റെ കോടതിയിൽ എനിക്കും നിങ്ങൾക്കും കൈകെട്ടി ഉത്തരം പറയണം. എന്താ പറയാനുള്ളത്? ഖുർആൻ ഈ അർത്ഥത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ദഅവത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോ
അഹങ്കാരം കാണിക്കുന്ന ആളുകളോട്, ധിക്കാരം കാണിച്ച ആളുകളോട് അന്നത്തെ ആളുകൾ പറഞ്ഞ മറുപടിയുണ്ട്, ഖാലൂ മഅദിറത്തൻ ഇലാ റബ്ബിക്കും, ഇത് ഞങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്കുള്ള പ്രിയപ്പെട്ടവരെ ഒരു മഅദിറത്താണ്. നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഒഴിഞ്ഞു മാറാനുള്ള, പടച്ചവനെ ഞങ്ങൾ നിർവഹിക്കേണ്ടത് നിർവഹിച്ചിട്ടുണ്ട്, ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എത്തിക്കേണ്ടത് എത്തിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഉപദേശിക്കേണ്ടത് ഉപദേശിച്ചിട്ടുണ്ട്, വിളിക്കേണ്ട സ്ഥലത്തേക്ക് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, കൂട്ടിക്കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം റബ്ബേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നാളെ പടച്ചവന്റെ കോടതിയിൽ അഭിമാനത്തോടുകൂടി പറയാൻ. 2 യുസ്ലിഹൂന മാ അഫ്സദന്നാസ്, ജനങ്ങൾ കേടുവരുത്തിയതിനെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് അവർക്ക് മംഗളമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശരിയായ പോരെ, അവർ ശരിയല്ലാത്തവരെ നന്നാക്കാൻ നമ്മൾ എന്തിനാ പോകുന്നത് എന്ന ചിന്ത നമ്മുടെ കൂട്ടുകാർക്കിടയിൽ വരുമ്പോ ഞാനൊന്നിലേക്കുമില്ല, ഞാൻ പറയാനുമില്ല, തിരുത്താനുമില്ല, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല. ഒരു കപ്പലിൽ മേൽത്തട്ടിലും അടിത്തട്ടിലും നമ്മൾ യാത്ര ചെയ്യുമ്പോ, അടിത്തട്ടിൽ ഓട്ടയുണ്ടാക്കുമ്പോ മേൽത്തട്ടിൽ ആളുകൾ വിചാരിക്കുകയാണ് അവർ അടിയിലെ തട്ടിലല്ലേ ഓട്ടയുണ്ടാക്കുന്നത്, വെള്ളം അങ്ങോട്ട് കയറട്ടെ കയറാതിരിക്കട്ടെ, നമ്മൾ മുകളിലല്ലേ എന്ന് വിചാരിക്കുന്നവൻ എത്ര വിഡ്ഢിയാണ്. വെള്ളം കയറുമ്പോ അടിത്തട്ടും മേൽത്തട്ടും എല്ലാം ഒരുമിച്ച് മുങ്ങും എന്ന പോലെ ഈ തോന്നിവാസങ്ങളെല്ലാം കണ്ടിട്ട് നമ്മൾ മിണ്ടാതിരുന്നാൽ ഈ നാട്ടിലേക്ക് ഒരു ശിക്ഷ റബ്ബ് ഇറക്കുമ്പോ, ആ നാട്ടിലേക്ക് ഒരു പരീക്ഷണം അല്ലാഹു ഇറക്കുമ്പോ നല്ലവരെ ചീത്ത ആളുകളെ എന്ന് വേർതിരിക്കുകയില്ല, ഒന്നിച്ചായിരിക്കും അള്ളാഹുവിന്റെ ശിക്ഷാഭാഗത്തേക്ക് വരിക. അതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടി എന്താ? യുസ്ലിഹൂന മാ അഫ്സദന്നാസ്, ജനങ്ങൾ കേടുവരുത്തിയതിനെ നമ്മൾ നന്നാക്കുകയാണ്. പ്രവാചകൻ അവിടെ മിൻ സുന്നത്തി മിൻ ബഅദി എന്ന പ്രയോഗങ്ങളൊക്കെ കാണാം. എന്റെ ശേഷം, അതെ എന്റെ ചര്യകളിൽ, എന്റെ മതത്തിൽ കേടുവരുത്തിയതിനെ നന്നാക്കുന്ന ഡ്യൂട്ടി എടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ബോധം നമുക്കുണ്ടാകണം. മൂന്നാമത്തത്, ഇതാ നമ്മൾ ആളുകളെ ഏൽപ്പിക്കുന്ന കീ, നമ്മൾ ആളുകളെ ഏൽപ്പിക്കുന്ന താക്കോലുകൾ, നമ്മൾ ആളുകളെ ഏൽപ്പിക്കുന്ന തുറവികൾ, അത് ഖൈറിന് വേണ്ടിയുള്ളതാവണം. മഫാത്തിഹുൽ ലിൽ ഖൈരി, ആ അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഈ 3 കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ ധൈര്യമായ ആളുകൾക്ക് മുമ്പിൽ പറയുക, ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്നവനാണ്, 5 നേരം നമസ്കരിക്കുന്നവനാണ്, ഇല്ല അയൽവാസികളോട് ബഹളമുണ്ടാക്കാൻ പാടില്ല എന്ന് പഠിക്കുന്നവനാണ്, അപരന്റെതൊന്നും ഒരിക്കലും അന്യായമായി എനിക്കെടുക്കാൻ പാടില്ല എന്ന് പഠിച്ചവനും അത് പ്രായോഗികമായി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവനുമാണ്. വലിയവരെ ബഹുമാനിക്കണമെന്ന് പഠിച്ചവനും പഠിപ്പിക്കുന്നവനുമാണ്. ചെറിയവരോട് കരുണ കാണിക്കണമെന്ന് എന്റെ ജീവിതത്തിൽ പാലിച്ചവനാണ്. ആ അർത്ഥത്തിൽ ദീനിന്റെ കാര്യങ്ങൾ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്നവനാണ് ഞാൻ എന്ന് നമുക്ക് ധൈര്യമായി പ്രഖ്യാപിക്കാൻ കഴിയണം. നാം പഠിച്ച സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നത്, പ്രബോധനം നിർവഹിക്കുക എന്നത് 7th-ലും 8th-ലും 9th-ലും 10th-ലും 11th-ലും 12th-ലും അല്ല, കോളേജ് തലത്തിൽ വരെ പഠിക്കുന്ന നമ്മുടെ ഇക്കാക്കമാരും നമ്മളിൽപ്പെട്ടവരുമൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന ചെറിയ റോളെങ്കിലും ദഅവത്തിന്റെ മേഖലയിൽ നിർവഹിക്കാൻ എനിക്ക് കഴിയുമെന്ന് തീരുമാനിക്കണം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുക. നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ അല്ലാഹുവിന്റെ ദീനെ കുറിച്ച് പഠിച്ചു, എന്നിട്ട് നമ്മൾ അത് ചെയ്യാൻ തുടങ്ങി, വിശ്വാസം റെഡിയാക്കി ചെയ്യാൻ തുടങ്ങി, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക. ഇതിലും നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാവിലൂടെ ഖുർആനിന്റെ ആയത്തായി ഞാനും നിങ്ങളും കേട്ടത്. അവസാനിപ്പിക്കുമ്പോ ഒരായത്ത് കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുൻഗാമികളായ ആളുകൾ ഈ ദീനിനു വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പണിയെടുത്തതിന്റെ പേരിൽ, വിശ്വാസത്തിലായതിന്റെ പേരിൽ, വിശ്വാസമുറപ്പിച്ചതിന്റെ പേരിൽ മരുഭൂമിയിൽ ചുട്ടുപടുത്ത തീക്കനലുകൾക്ക് മേലെ അവരെ മലർത്തിക്കിടത്തിയിട്ടുണ്ട്. ശരീരത്തിന്റെ പുറത്തു നിന്ന് മാംസം ഇങ്ങനെ ഉരുകി ഒലിച്ചിട്ടുണ്ട്, എല്ല് പുറത്തേക്ക് കണ്ടിട്ടുണ്ട്. ഈത്തപ്പന മരത്തിൽ കൈയും കാലുമൊക്കെ ചേർത്ത് വെച്ച് കൂട്ടിക്കെട്ടിയിട്ട് ചുട്ടുപടുത്ത കമ്പി കൊണ്ടുവന്ന് സുമയ്യ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള ആളുകളെ ആ നാഭിയുടെ മർമ്മപ്രധാനമായ ഭാഗത്ത്, രഹസ്യമായ ഭാഗത്ത് കമ്പി കൊണ്ട് ചൂട് തട്ടിച്ചിട്ട് പിന്മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ല,
അപ്പുറത്ത് അമ്മാർ, അപ്പുറത്ത് യാസിർ റളിയല്ലാഹു അൻഹുമ. രണ്ടുപേരും തലകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട് ഭാര്യയോട്, ഉമ്മയോട്. അതേ പ്രിയപ്പെട്ടവരെ, എങ്ങനെ തലകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്? അവര് പറയുന്നതിനനുസരിച്ച് ഒരക്ഷരം പോലും മാറ്റി പറയാതിരിക്കാൻ ആ ചുട്ടുപടുത്ത കമ്പി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ നാഭിയിലൂടെ കുത്തിക്കയറ്റി ആ എല്ലുകളെ തള്ളി മാറ്റി, കുടൽമാലകളെ ഉരുക്കി, മാംസത്തെ ഉരുകി ഒലിച്ച് ആ കമ്പി ഇങ്ങനെ തുളച്ച് ശരീരത്തിന്റെ പുറം ഭാഗത്ത് വന്നു എന്നൊക്കെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോഴും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയ തീക്കുണ്ടാരങ്ങൾ ഉണ്ടാക്കി അതിലേക്ക് തള്ളിയിട്ട് അവരിങ്ങനെ കത്തുന്നത് കണ്ട് രസിച്ചവർ കടന്നുപോയിട്ടുണ്ട്, ആസ്വദിച്ചവർ കടന്നുപോയിട്ടുണ്ട്. ഇതൊക്കെ മുൻഗാമികൾക്കുണ്ടായതാണ്. ഈർച്ചവാളുകൾ കൊണ്ട് ശരീരത്തെ ഇങ്ങനെ പിളർത്തിയിട്ടുണ്ട്. എന്നിട്ടും അവരാരും ദീനിൽ നിന്ന് പതറിപ്പോയില്ല. അതുകൊണ്ട് ഖുർആൻ പറയുന്ന ഒരു ആയത്തുണ്ട്, ആ ആയത്ത് കൂടി മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വെറുതെ സ്വർഗത്തിലേക്ക് അങ്ങ് ചെന്ന് കയറാമെന്ന്, സ്വർഗത്തിൽ അങ്ങ് പ്രവേശിക്കുമെന്ന്, വെറുതെ അങ്ങ് സ്വർഗത്തിലെത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ, മുൻഗാമികൾക്ക് ബാധിച്ചതുപോലെ നിങ്ങളെയും ബാധിക്കാതെ ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ ഏറെ അനുഭവിച്ചവരാണവർ. എത്രത്തോളം അനുഭവിച്ചു അവർ? വസുൽസിലു, അവർ വിറപ്പിക്കപ്പെട്ടു. ഏതുവരെ വിറപ്പിക്കപ്പെട്ടു? ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു പോകുന്നത് വരെ, പ്രവാചകന്റെ കൂടെ വിശ്വാസികളായി, പ്രവാചകന്റെ കൂടെ വിശ്വസിച്ച ആളുകളും പറയുന്നത് പോലെ, ഏത് പറയുന്നത് വരെ, എന്ത് പറയുന്നത് വരെ സഹിക്കാനാകുന്നില്ല. വേദന കൊണ്ട് പുളിങ്ങനെ പുളയുകയാണ്, വേദന കൊണ്ട് വിറക്കുകയാണ്. ആകെ ശരീരത്തിൽ അവരിങ്ങനെ ആക്രമിക്കുകയാണ്, വല്ലാതെ വേദനിപ്പിക്കുകയാണ്, കുടുംബത്തിൽ അക്രമം നടത്തുകയാണ്. അവരാകെ വിറപ്പിക്കപ്പെടുമാറ് പ്രവാചകനും പ്രവാചകന്റെ കൂടെയുള്ളവരും പറഞ്ഞുപോയി. എന്താ ചോദിച്ചത്? മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം? അല്ലാഹുവിന്റെ അറിയിപ്പ് വന്നതെന്താ? അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം അതടുത്തുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ക്ഷമിക്കണം. ഇതൊക്കെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നതാണ്. ഞാൻ എൻ്റെ അനിയന്മാരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ ഈ ദീനിനു വേണ്ടി ഒരു മുട്ടുസൂചിയുടെ പോറലെങ്കിലും ഉണ്ടോ? ഒരു കൂട്ടുകാരന്റെ കളിയാക്കൽ പോലും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എല്ലാവരും മുടി ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് വന്നപ്പോ നമ്മൾ നേരെ വെട്ടിയപ്പോ നമ്മളെ കളിയാക്കി. അല്ലേ? നീയൊക്കെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പോയിരിക്കേണ്ടവനാണെന്ന് പറഞ്ഞപ്പോ നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ദീനിനു വേണ്ടി ഒരു കൂട്ടുകാരന്റെ കളിയാക്കൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്തവരായി മാറുന്നു. ചാട്ടവാറുകളുടെ ആ കയറുകൾ ഇങ്ങനെ ശരീരത്തിൽ ചുറ്റി വലിഞ്ഞ് തിരിച്ചു വലിക്കുമ്പോ മാംസം കൊണ്ട് ചാട്ടവാറുകൾ തിരിച്ചു പോയപ്പോ എന്നിട്ടും അവർ പതറിയില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, ചുട്ടുപൊള്ളുന്ന മണലിൽ ഇങ്ങനെ കാലിൽ കയറിട്ട് ആ നെഞ്ചത്ത് കല്ല് വെച്ച് ആ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാനും വലിക്കാനും കൊടുത്തപ്പോഴും ആ വേദന കൊണ്ട് പുളയുന്ന സമയത്തും അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞവരുടെ ചരിത്രം ഓർക്കുന്നവർ, പുകവലിക്കുന്ന കൂട്ടുകാരെ കാണുമ്പോ, സ്മോക്കിംഗ് നടത്തുന്ന കൂട്ടുകാരെ കാണുമ്പോ, എടോ ഇതൊന്ന് വലിച്ചു നോക്കി എന്ന് പറയുമ്പോ, ഞങ്ങൾക്കത് പാടില്ല എന്ന് പറയുമ്പോ, നീയൊക്കെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിലേക്ക് പോവടാ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ മനസ്സിന് അത് സഹിക്കാൻ പറ്റുന്നില്ല. ഓൻ എന്നെ കളിയാക്കി, അവൻ എന്നെ പരിഹസിച്ചു, ആളുകളുടെ കൂട്ടത്തിലിട്ട് എന്നൊക്കെ നമുക്ക് തോന്നുകയാണ്. ദീനിനു വേണ്ടി ഞാനും നിങ്ങളും ത്യാഗം സഹിക്കേണ്ടവരാണ്. ദീനിനു വേണ്ടി അല്പം പ്രയാസം സഹിക്കേണ്ടവരാണ്. അണപ്പല്ല് കൊണ്ട് ദീനിനെ കടിച്ചു പിടിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ദീന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത്. പാന്റൊന്ന് നെരിയാണിക്ക് മുകളിൽ കയറ്റി കൊടുക്കുമ്പോ കളിയാക്കാൻ ആളുണ്ടാകും. ഇല്ല, ആരെന്നെ പരിഹസിച്ചാലും എനിക്ക് പ്രശ്നമില്ല. എന്റെ റബ്ബ് എന്നെ സ്നേഹിച്ചാൽ മതി, ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് തീരുമാനിക്കണം. പലരും ഹെയർ സ്റ്റൈല് ആ പിശാചിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കുമ്പോ ആരെന്നെ കളിയാക്കിയാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ നാടോടുമ്പോ നടുവെ ഓടേണ്ടവനാണ് എന്ന് ആളുകൾ പറഞ്ഞതനുസരിച്ച് പോകേണ്ടവനല്ല. ഞാൻ എന്റെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കേണ്ടവനാണ്. ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ?
നിങ്ങൾക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട്, നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട്. നിങ്ങളായിരിക്കണം ഈ ദിശാബോധമുള്ള സമൂഹത്തെ നയിക്കേണ്ടവര്. സമൂഹത്തിലേക്ക് നാളെ ഇറങ്ങി തിന്മയിലേക്ക് പോകുന്നവരോട് അരുത് എന്ന് പറയേണ്ടവർ നിങ്ങളാണ്. തടുത്തു നിർത്തേണ്ടവർ നിങ്ങളാണ്. മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കേണ്ടവർ നിങ്ങളാണ്. തിന്മക്കെതിരെ അതിശക്തമായ ജാഗ്രതയോടുകൂടിയുള്ള രാജ്യം അനുവദിക്കുന്ന സമര പോരാട്ടത്തിലേക്ക് ഇറങ്ങേണ്ടവർ നമ്മളാണ്. ആ ബോധത്തോടുകൂടി നിങ്ങൾ ഈ സമ്മേളനം കഴിഞ്ഞു പോകണം. നിങ്ങളുടെ ചർച്ചകളിൽ ഉണ്ടാകണം. കേട്ടതനുസരിച്ച് ജീവിതത്തെ ധന്യമാക്കാനുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബ് ഈ കൊച്ചു സമ്മേളനം അല്ല, ഈ കുട്ടികളുടെ ബൃഹത്തായ സമ്മേളനം, ഈ മനോഹരമായ സമ്മേളനം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ധർമ്മസമരത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിദ്യാർത്ഥി കാലം എന്ന നിലക്കുള്ള ഈ അനുവദിക്കപ്പെട്ടിട്ടുള്ള, നമുക്ക് രാജ്യം അനുവദിച്ചു തന്നുള്ള, മതം അനുവദിച്ചു തന്നിട്ടുള്ള ഏതൊക്കെ വിധത്തിലുള്ള നസീഹത്തോടുകൂടിയുള്ള ഗുണകാംക്ഷയോടുകൂടിയുള്ള ഉപദേശങ്ങളുണ്ടോ, സമര പോരാട്ടങ്ങളുണ്ടോ, നന്മയുടെ ആ കൂട്ടത്തിൽ നമുക്ക് ചെന്നുചേരാൻ പറ്റുന്ന മേഖലകളുണ്ടോ, തഅവനു അലൽ ബിർരി വത്തഖ്വ, പടച്ചവനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, പുണ്യം കിട്ടുന്ന ഏതൊക്കെ മേഖലയിൽ എന്റെ കയ്യൊപ്പ് ചാർത്തേണ്ടതുണ്ടോ അവിടെയൊക്കെ ഞാൻ ഉണ്ടാകുമെന്ന പ്രതിജ്ഞ നിങ്ങൾക്കുണ്ടാകണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ആവശ്യപ്പെട്ട് നിർത്തുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.